രചന മഹാദേവൻ. നിന്റെ തലവട്ടം കണ്ടപ്പോൾ തുടങ്ങിയതാ ഈ വീടിന്റെ കഷ്ടകാലം. വീടിനും വീട്ടുകാർക്കും ഒരു ഉപകാരവും ഇല്ലാത്ത കുരുത്തം കെട്ടവൻ. സ്വന്തം അമ്മയാണ് ഉമ്മറത്തിരുന്ന് പ്രാകുന്നത്. അല്ലെങ്കിലും ഇതൊക്കെ കേൾക്കേണ്ടി വന്നവനാ ഞാനെന്ന് പലപ്പോഴും തോന്നും. അച്ഛനുണ്ടാക്കിയ കടം വീട്ടാൻ പ്രവാസിയായപ്പോൾ അതിൻ്റെ കൂടെയുള്ളൊരു ബാധ്യത കൂടി എടുത്ത് തലയിൽ വെച്ചു. പെങ്ങളെ കെട്ടിച്ചയച്ചതിൻ്റെ കല്യാണം ആഘോഷമായപ്പോൾ എല്ലാവരും പറയുമായിരുന്നു, ദേവൻ ഗൾഫിൽ പോയി 10 പുത്തൻപടം ഉണ്ടാക്കി പെങ്ങളെയും നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടെന്ന്. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിരുന്നു. തലയ്ക്ക് മീതെ പിന്നെയും ബാധ്യതകളുടെ കണക്കുകൾ കുമിഞ്ഞു കൂടുമ്പോഴും കുടുംബത്തിൻ്റെ സന്തോഷം അതുമാത്രമായിരുന്നു മനസ്സിൽ. അങ്ങനെ ബാധ്യതകൾ തീർത്തൊന്ന് നിവർന്നു നിൽക്കാനായപ്പോഴേക്കും സ്വന്തം ജീവിതം മറന്നുപോയി. കൂടെയുള്ള ആരും ഓർമ്മിപ്പിച്ചതുമില്ല, മോനെ നിനക്കൊരു ജീവിതവും പെണ്ണും വേണ്ടേടാ എന്ന്. അമ്മയോ ഏട്ടനൊരു പെണ്ണിനെ നോക്കട്ടെ എന്ന് പെങ്ങളോ ചോദിച്ചില്ല. പക്ഷെ ഇടയ്ക്കിടെ ചോദിക്കാൻ മറക്കാത്ത ഒന്നുണ്ടായിരുന്നു, പണം. പെങ്ങളുടെ ഗർഭം മുതൽ പ്രസവവും നൂലുകെട്ടും പിറന്നാളും അങ്ങനെ നീണ്ടുപോകുന്ന ചടങ്ങുകൾക്ക് മാമൻ്റെ വക എന്നതിന് മുന്നിലായിരുന്നു സ്ഥാനം. വലിപ്പമൊട്ടും കുറയാനും പാടില്ലല്ലോ. അമ്മയോട് അവസ്ഥ പറഞ്ഞാൽ അവൾക്ക് പിന്നെ നീയല്ലാതെ ആരാ കൊടുക്കാനുള്ളത്? അല്ലെങ്കിലും നിനക്കമ്മയോ പെങ്ങളോ ഒന്നും വേണ്ടല്ലോ, സ്വന്തം ഉണ്ടാക്കി കൂട്ടുവല്ലേ അവിടെ എന്നൊരു പരിഹാസം പറച്ചിലും. ഒരു പ്രവാസി ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന അസുലഭ നിമിഷങ്ങളിൽ ഒന്നാണ് ആ നിമിഷം. ബാധ്യതകൾ തീർന്നപ്പോൾ ഉള്ളതുകൊണ്ട് വാങ്ങിയത് 10 സെന്റ് സ്ഥലമാണ്. നാട്ടിലില്ലാത്തത് കൊണ്ട് അത് വാങ്ങിയത് അമ്മയുടെ പേരിലും. എന്നിട്ടും പറയുന്നത് ഉണ്ടാക്കി കൂട്ടുന്നവനെന്ന്. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വരുമ്പോൾ കൂട്ടാൻ വന്നത് അളിയനായിരുന്നു. ചോദ്യം കൊണ്ടുവന്ന കുപ്പിയെക്കുറിച്ചും. കുപ്പി ഇവിടെയും കിട്ടുമല്ലോ അളിയ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ചിരിച്ച അളിയൻ്റെ മുഖം ഒന്ന് മങ്ങി. അന്നാ രാത്രി പെട്ടിയുടെ കെട്ട് പൊട്ടിച്ചത് മുതൽ പ്രവാസിയുടെ ജെട്ടിയുടെ എലാസ്റ്റിക് പോലും ബാക്കി വെക്കാതെ പെങ്ങളും അളിയനും അമ്മയും കൂടി വീതിച്ചെടുക്കുമ്പോൾ ആരും ചോദിച്ചില്ല അവിടെ സുഖമാണോ എന്ന്. പക്ഷെ ഒന്ന് ചോദിച്ചു, എന്നാ തിരിച്ചു പോകുന്നതെന്ന്. ആ ചോദ്യം ഡിക്ഷണറിയിലുള്ളതുപോലെ അച്ചടിച്ച് വെച്ച ഒന്നായതുകൊണ്ട് ചിരിച്ചു. അല്ലാതെ എന്ത് ചെയ്യാൻ? എന്നാൽ പിറ്റേ ദിവസം കൂട്ടുകാർക്കൊരു കുപ്പിയുമായി ചെല്ലുമ്പോൾ അവർ ചോദിച്ചു, ഇനി എന്നാടാ ഒരു പെണ്ണ് കിട്ടുന്നതെന്ന്. അല്ലെങ്കിലും ഇനി ഈ പ്രായത്തിൽ ആര് പെണ്ണ് തരാനാ എന്ന ചിന്തയായിരുന്നു മനസ്സിൽ. പക്ഷെ കൂട്ടുകാർ തന്നൊരു ധൈര്യം. അവിടെ നിന്ന് പോരുമ്പോൾ ഒന്ന് പെണ്ണ് കണ്ടേക്കാമെന്ന തീരുമാനത്തിലെത്തിയിരുന്നു മനസ്സ്. രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുമ്പോൾ അമ്മ ചിരിക്കുകയാണ് ചെയ്തത്. ഇനി ഈ പ്രായത്തിൽ നിനക്ക് ഇവിടുന്ന് പെണ്ണ് കിട്ടാനാടാ? അല്ലെങ്കിൽ തന്നെ പ്രവാസിക്ക് പെണ്ണ് കൊടുക്കില്ലാരും. പോരാത്തതിന് നിനക്കാണ് വയസ്സ് കുറേ ആയില്ലേ, വെറുതെ ചായ കുടിച്ച് നടക്കാം, അത്ര തന്നെ. എന്തായാലും നീ ഒന്ന് പോയി നോക്കുമോനെ എന്ന് പറയുമെന്ന് കരുതി. പക്ഷെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും അമ്മയുടെ വാക്കുകളിൽ തീർന്നുപോയി. അമ്മ അങ്ങനെ പലതും പറയും, ജീവിതം നിന്റെയാണ് എന്ന് കൂട്ടുകാർ പറയുമ്പോൾ ഇനി ആദ്യം ഒരു വീട്, എന്നിട്ട് നോക്കാം കല്യാണമെന്നായിരുന്നു മനസ്സിൽ. വാങ്ങിയിട്ട 10 സെന്റ് ബാങ്കിൽ വെച്ചാൽ ചെറിയൊരു വീട് തട്ടിക്കൂട്ടാമെന്നായിരുന്നു ചിന്ത. അത് അമ്മയോട് പറയുമ്പോൾ അമ്മ ദേഷ്യത്തോടെയാണ് നോക്കിയത്. എൻ്റെ പേരിലുള്ള സ്വത്ത് വെച്ച് ലോൺ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ പെണ്ണും പെടക്കോഴിയില്ലാത്ത ഒറ്റത്തടിയായി നിനക്കെന്തിനാ ഇപ്പോൾ വീട് സ്ഥലവും? എൻ്റെ മോളാകെ കഷ്ടത്തിലാണ്, അവരാണെ പണിയും കുറവാണ്. എൻ്റെ പേരിലുള്ളത് ഞാൻ അവൾക്ക് എഴുതി കൊടുക്കാൻ പോവാ. നിനക്ക് വേണേൽ ഇനിയും ഉണ്ടാക്കാമല്ലോ. കയ്യിനും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ. അവൻ ഭാഗം ചോദിച്ചു വന്നേക്കുന്നു. അമ്മയുടെ വാക്കുകൾ അവസാനത്തെ വാചകം ഉള്ളിലൊന്ന് കൊളുത്തി. ഓർമ്മ വെച്ച കാലം മുതൽ വാടക വീട്ടിലായിരുന്നു താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 സെന്റ് സ്ഥലം. അതിൽ വീട് വയ്ക്കാൻ ചോദിച്ചതിന് അമ്മ പറയുന്ന വാക്കാണ് ഭാഗം ചോദിക്കാൻ വന്നിരിക്കുന്നുവെന്ന്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ അമ്മേ, അതെങ്ങനെയാ ഭാഗം ചോദിക്കലാകും? എനിക്കും വേണ്ടി ഒരു ജീവിതം. ഇത്ര കാലം നിങ്ങൾക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് ഒടുക്കം. അന്ന് വരെ മറുത്തൊരു വാക്ക് പറയാത്ത എൻ്റെ നാവിൽ നിന്ന് ആദ്യമായി ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ അമ്മ പുച്ഛത്തോടെയാണ് നോക്കിയത്. ഓ, അപ്പം നീ ഇത്ര കാലം ചെയ്തതിൻ്റെ കണക്കൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടല്ലേ? കൊള്ളാം. എന്നാ കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ അത് നിന്റെ കടമയാണ്. അമ്മയെയും പെങ്ങളെയും നോക്കി ഇതിനെ കണക്കുമായി വന്നിരിക്കുന്നു അവൻ. എന്നാ കേട്ടോ, ഇനി എൻ്റെ പേരിലുള്ള സ്വത്തിൽ നിന്ന് ഒന്നും നീ പ്രതീക്ഷിക്കേണ്ട. എനിക്കിനി ഇങ്ങനെയൊരു മകനുമില്ല. ഞാൻ എൻ്റെ മോൾക്ക് കൂടെ കൊടുത്ത അവളുടെ കൂടെ കഴിഞ്ഞോളാം. അതൊരവസാന വാക്കായിരുന്നു അമ്മയുടെ. പിറ്റേ ദിവസം അമ്മ പെട്ടിയും എടുത്ത് പടിയിറങ്ങുമ്പോൾ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ആ അമ്മയെ അവൻ പടിയിറക്കി വിട്ടല്ലോ എന്ന്. ആളുകൾക്കിടയിലൂടെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന അമ്മയായിരുന്നു എല്ലാവർക്കും ശരി. എല്ലാവർക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒടുക്കം എല്ലാം നഷ്ടപ്പെട്ട ഒരുവൻ ഉള്ളിൽ കരയുന്നത് ആരും കണ്ടില്ല. അവൻ്റെ നിർവികാരത നിറഞ്ഞ മുഖത്തേക്ക് നോക്കി ആളുകൾക്ക് പറയാമല്ലോ, 10 കാശുണ്ടായപ്പോൾ പെറ്റതള്ളയെ പോലും വേണ്ടാതായി ആ നായിക്കെന്ന്. അങ്ങനെ ഞാനിപ്പോൾ വീണ്ടും ഒരു യാത്രയിലാണ്, പ്രവാസിയായി തന്നെ. അല്ലേലും അത്തറ് പൂശി വരുന്ന പ്രവാസിയുടെ വിയർപ്പ് തട്ടി കറുത്തുപോയി അരഞ്ഞാണം കറുപ്പാരും കാണില്ലല്ലോ. മഹാദേവൻ.